Discipline is the foundation upon which all success is built. ജിം റോൺ. ഡിസിപ്ലിൻ ആണ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്വന്തമാക്കേണ്ട കാര്യം. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞാലും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ അതിനൊരു കാര്യവുമില്ല. നമുക്കറിയാം നമ്മൾ ഈ പുസ്തകമാണ് വായിക്കേണ്ടത്, പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ആ പുസ്തകം വായിക്കുന്നില്ലെങ്കിൽ ഒരു ഗുണവുമില്ലാത്തതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഒന്നുമില്ല. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവാണ്. അത് നമ്മൾ മനസ്സിനെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്കില്ലാണ്. ഈ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിലേക്ക് ഓരോ ദിവസവും നമുക്ക് മടുക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കാതറിൻ ഹെപ്ബേൺ പറയുന്നത്, വിത്തൗട്ട് ഡിസിപ്ലിൻ ദെയർ ഈസ് നോ ലൈഫ് അറ്റ് ഓൾ. ഇനി എങ്ങനെയാണ് ഈ ഡിസിപ്ലിൻ നമ്മൾ വളർത്തിയെടുക്കുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള 6 പോയിന്റ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായിട്ട്, ടേക്ക് സ്ട്രോങ് ഡിസിഷൻസ്. അതായത് നമ്മളെ തന്നെ എംപവർ ചെയ്യുന്ന, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് തരുന്ന ഒരു ഡിസിഷൻസ് എടുക്കുക. നമ്മൾ ആ ഡിസിഷൻസ് എടുത്ത് ചെയ്യുമ്പോൾ ഓരോ തവണയും നമുക്ക് കൂടുതൽ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ശക്തി കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെയുള്ള സ്ട്രോങ് ഡിസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുക എന്നുള്ളതാണ്. സ്ട്രോങ് ഡിസിഷൻസ് ആർ ലൈക്ക് ദ കീ ഓപ്പണിംഗ് എ ഡോർ. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോസിബിലിറ്റി കാണും, പക്ഷേ ആ ഒരു തീരുമാനത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. ചിലപ്പോൾ നമുക്കൊരു വലിയ പ്ലെയർ ആവാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിയിൽ നന്നായിട്ട് കളിക്കാനായിട്ട് ആഗ്രഹമുണ്ടാവും, പക്ഷേ അത് തുടങ്ങുന്നത് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസിന് പോകാനായിട്ട് ഒരു സമയം ഡിസൈഡ് ചെയ്യുമ്പോഴാണ്, അത് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഒരു ചെറിയ ഡിസിഷൻ നമ്മൾ തുടങ്ങുമ്പോൾ, നമ്മളത് പതുക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനിയും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, ഇനിയും ഒരുപാട് ചെയ്യാൻ ഉള്ളതുണ്ടെന്ന്. സോ ടേക്ക് സ്ട്രോങ് ഡിസിഷൻസ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് മെഡിറ്റേഷൻ. പലപ്പോഴും നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്കൊരിക്കലും തന്നെ ഇരിക്കാൻ ഒരു സമയമോ നമ്മുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാനുള്ള സമയമോ കിട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് എന്താണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ലോകത്തിലെ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന്, മീഡിയയിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് നമ്മുടെ കൂടെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ബ്രെത്ത് കൺട്രോൾ ചെയ്യുക. നമ്മുടെ ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മളെക്കുറിച്ച് നമ്മുടെ അറിവ് കൂടുന്തോറും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള, ഡിസിപ്ലിനിൽ ജീവിക്കാനുള്ള നമ്മുടെ കഴിവ് കൂടും. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഹാവ് എ സ്പെസിഫിക് ടാർഗറ്റ്. നമുക്ക് ലോങ് ടൈം ആയിട്ടും ഷോർട്ട് ടൈം ആയിട്ടും ഗോൾസ് വേണം. നമുക്കൊരു ദിശയില്ലാത്ത കപ്പൽ പോലെ സഞ്ചരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? എനിക്ക് ആരാണ് ആവേണ്ടത്? ഇത് ഓരോ ദിവസവും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഒരു ദിശാബോധം, ആ ഒരു ടാർഗറ്റ് വിട്ടുപോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ 2-3 ദിവസം ഓടുമ്പോഴോ നമ്മൾ എപ്പോഴും ഇതിലേക്ക് തന്നെ തിരിച്ചു വന്ന് അത് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ടാർഗറ്റ്സിലുള്ള ക്ലാരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടാർഗറ്റ്സ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഒരുപാട് ടാർഗറ്റ്സ് ഉള്ളതോ ആണ്. ഒരുപാട് ടാർഗറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇനി നാലാമത്തെ കാര്യമാണ് ഡിസ്കംഫോർട്ട് ട്രെയിനിങ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങുന്ന ആദ്യത്തെ നിമിഷത്തിൽ തന്നെ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആവുന്നവരാണ്. ആ ഒരു ഡിസ്കംഫോർട്ടിൽ നിൽക്കാൻ നമുക്ക് ഒട്ടും കഴിയാറില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ആ ഒരു ഡിസ്കംഫോർട്ട് ട്രെയിനിങ് ശീലിക്കുക എന്നുള്ളതാണ്. നമുക്ക് പല പല ആഗ്രഹങ്ങളും ഒരു ദിവസം ജീവിക്കുമ്പോൾ ഉണ്ടാകും. എന്തെങ്കിലും ചെറിയൊരു സാധനം കാണുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ബോഡിലി ഇൻഡ്യൂഷൻസ് നമുക്കുണ്ടാകും. ആ സമയത്ത് നമ്മൾ ഡിസ്കംഫോർട്ട് ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് പറയുക, ചെറിയ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുക. നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്ത് മനുഷ്യനാവാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഡു ദിസ് ഡിസ്കംഫോർട്ട് ട്രെയിനിങ്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ മാക്സിമം ഇൻവോൾവ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക, അതിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ആരാണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് ആണെന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ വീക്കായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ എനർജി ഇടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെയായിരിക്കണം സമയം ചെലവഴിക്കേണ്ടത്. നമ്മുടെ ഫസ്റ്റ് ഡിസ്ട്രാക്ഷൻ പോയിന്റ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരണം. അവിടെ കൂടുതൽ എഫേർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും നമ്മൾ ആരാണെന്നും നമ്മൾ നല്ല രീതിയിൽ മൈൻഡ്ഫുൾ ആയിരിക്കണം എപ്പോഴും. ഇനി ആറാമത്തെ കാര്യമാണ് മോണിറ്റർ യുവർ പ്രോഗ്രസ്. എല്ലാ ദിവസവും ജേണൽ എഴുതുക. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ ഇന്ന് എന്ത് ചെയ്തു. ഇത് നമ്മൾ സെൽഫ് അവെയർനെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഡിസിപ്ലിൻ എവിടെയാണ് കുറഞ്ഞു പോകുന്നത്, നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, നമുക്ക് എവിടെയാണ് ഫ്രീക്വൻ്റ് ആയിട്ട് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്. സോ ഓരോ ദിവസവും ഇത് മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്റ്റാർട്ട് ബിൽഡിംഗ് ഡിസിപ്ലിൻ. വിത്തൗട്ട് ഡിസിപ്ലിൻ ദർ ഈസ് നോ ലൈഫ് അറ്റ് ഓൾ.
So take strong decisions, start meditation, have specific targets, do discomfort training, practice mindfulness, and monitor your progress.